ഹലോ ഗായ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിന്റെ 8ാമത്തെയും 9ാമത്തെയും എപ്പിസോഡാണ്. അപ്പോൾ നമ്മളെ തേർഡ് ഫേസ് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് 1ാമത്തെ പാർട്ടാണ്. അപ്പോൾ 8ാമത്തെ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് 7ാമത്തെ എപ്പിസോഡ് കണ്ട് എന്ന് ഉറപ്പ്. അത് നമ്മളെ ചാനലിൽ തന്നെ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ മെയിൻ പ്ലോട്ടുകളൊന്നും ഇല്ലാത്ത കാരണമാണ് ഷോർട്സ് ആക്കിയിട്ടത്. അപ്പോൾ എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 22 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ഒട്ടും തന്നെ ലൈക്ക് അടിക്കാതെ നമുക്ക് നേരെ 8ാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ആകെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഗോണിനെ. അവനാണെങ്കിൽ നമ്മളെ എയർഷിപ്പിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ട് പെട്ടെന്ന് നീക്കുകയാണ്. അപ്പോൾ ആ അനൗൺസ്മെന്റ് എന്തെന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാവുക, നമ്മൾ ഹണ്ടർ എക്സാമിന്റെ ഫേസ് 3യിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ട് എല്ലാവരും തന്നെ റെഡിയാവാണ്. ഇവർ ലാൻഡ് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ ഒരു ടവറിന്റെ ഒരു ടോപ്പിലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരു പച്ച തലയുള്ള ആൾ വന്നിട്ട് പറയും. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ഹണ്ടർ എക്സാമിന്റെ തേർഡ് ഫേസ് നടക്കുന്നത്. ഈ ഒരു തേർഡ് ഫേസിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഈ ഒരു ടവറിന്റെ ഏറ്റവും അടിയിൽ ജീവനോടെ എത്തണം. ഈ ഒരു ടവർ ആണെങ്കിൽ തന്നെ നല്ല ഉയരമുള്ള ഒരു ടവറാണ്. ഇതിനുശേഷം നമ്മൾ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അവരാരെന്ന് വെച്ചാൽ നമ്മളെ എക്സാമിനേഴ്സ് ആണ്. പക്ഷേ ശരിക്കും എന്തെന്ന് വെച്ചാൽ ഈ ഒരു ടവറിന്റെ അടിയിൽ കുറെ ക്രിമിനൽസ് ഉണ്ട്. അപ്പോൾ ക്രിമിനൽസിനൊക്കെ നോക്കി നടത്തുന്ന കുറച്ച് ആൾക്കാരാണ് ഇവര്. അപ്പോൾ ഇവരെ നമുക്ക് വേണമെങ്കിൽ പ്രിസൺ വാർഡൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സാമിനേഴ്സ് എന്ന് വിളിക്കാം. അങ്ങനെ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. അയാൾ എന്താ കാട്ടുന്നതെന്ന് വെച്ചാൽ ടവറിന്റെ ഏറ്റവും അടിയിലെത്താൻ വേണ്ടിയിട്ട് റോക്ക് ക്ലൈംബ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഡ്രാഗൺ കുഞ്ഞു പോലത്തെ എന്തോ ഒരു ജീവി വന്നിട്ട് അയാളെ തിന്നിട്ട് പോവാണ്. ഇത് കണ്ടവർ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ എന്ന് പറഞ്ഞ് നോക്കിയേക്കാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഗോണും കിളിയും നടക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് അറിയാതെ ചവിട്ടുകയാണ്. അപ്പോൾ അത് അടിയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹിഡൻ ഡോർ ആവും എന്ന് ഇവർ വിചാരിക്കുക. പക്ഷേ ഒന്നുകൂടി നോക്കിയപ്പോൾ 4 ഭാഗത്തായിട്ടും ഇവർക്ക് ഹിഡൻ ഡോർ കാണുന്നുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ട്രാപ്പ് ആവും എന്ന് വിചാരിച്ച് ഇവർ വേറെ വേറെ ഹിഡൻ ഡോർസിലേക്ക് ചാടാമെന്ന് തീരുമാനിക്കുകയാണ്. അതാവുമ്പോൾ ഔട്ടാകുമ്പോൾ ഒരാൾ മാത്രമേ ഔട്ട് ആവുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഔട്ട് ആവുമെന്ന് വിചാരിച്ച് അടുത്ത കൊല്ലത്ത് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അങ്ങനെ എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ഇവർ 4 ആളും ചാടുകയാണ്. ചാടിക്കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇവർ 4 പേരും ഒരു റൂമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചുറ്റോട് നോക്കിയപ്പോൾ ഇവരൊരു നോട്ടീസ് കാണാണ്. അതിന്റെ അടിയിലാണെങ്കിൽ 5 വാച്ചുകൾ ഇരിക്കുന്നുണ്ട്. ആ ഒരു നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന 5 വാച്ചുകളും ഓരോ 5 ആൾക്കാരും കൈമിടുമ്പോൾ മാത്രമാണ് ഈ ഒരു ഡോർ തുറക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇവർ 4 ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരാളും കൂടി ഒരു ഹിഡൻ ഡോർ കണ്ടുപിടിച്ച് അടിയിലേക്ക് വന്നാൽ മാത്രമേ ഇവർക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരാൾ വരുന്നവരെ ഇവർക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എക്സാമിനർ ആണെങ്കിൽ അവിടെ നിന്ന് കുറെ പ്രിസണേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. ഏതാണ് സ്ഥലം എന്നൊന്നും കാണിക്കുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം ഇവരുടെ റൂമിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ആകാംക്ഷയോടെ ആരാണെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഇവരുടെ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചിട്ട് നമ്മുടെ ടോംപസാൻ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ടോംപെങ്കിൽ ടോംപ ആരെങ്കിലും ഒരാൾ വന്നല്ലോ എന്ന് വിചാരിച്ച് ഇവർ മൂവ് ഓൺ ചെയ്യാണ്. അങ്ങനെ വാതിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വാതിൽ തുറക്കാനായിട്ട് ഇവരുടെ വാച്ചിൽ നിന്ന് ഓ അമർത്തുക. ഇവർക്ക് വാതിൽ തുറക്കേണ്ടതാണെങ്കിൽ എക്സ് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഓ ആണ് അമർത്തേണ്ടത്. ഇവരെല്ലാവരും പോവാൻ വേണ്ടി ഓ അമർത്തിയപ്പോൾ നമ്മുടെ ടോംപ് മാത്രം അറിയാണ്ട് എക്സ് അമർത്തുകയാണ്. അതിനുശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ലിയോറിയോന്റെ അടുത്ത് നിന്ന് ടോംപൊക്കെ നല്ല കേൾക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവർ നടന്ന ഒരു സ്ഥലത്തെത്തുകയാണ്. ഇവിടെ നിന്നാണെങ്കിൽ പിന്നെ നടക്കാൻ വേറെ പണിയൊന്നുമില്ല. 2 സ്റ്റേജ് പോലത്തെ എന്തോ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി നോക്കിയപ്പോൾ ഇവർ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ക്രിമിനൽസിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ എക്സാമിനേഴ്സ് നേരത്തെ പറഞ്ഞ സ്ഥലം എന്ന് നമുക്ക് മനസ്സിലാകാണ്. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ 5 ക്രിമിനൽസ് ഉണ്ട്. അതിൽ ഒരു ക്രിമിനലാണെങ്കിൽ ഹാൻഡ് കഫും മുഖമൂടിയൊക്കെ അഴിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ക്രിമിനലിനെ ആരെങ്കിലും ഒരാൾ 1-on-1 ഫൈറ്റിൽ വിൻ ആവണം. അങ്ങനെ 5 പേര് ഫൈറ്റ് ചെയ്തിട്ട് ഇവര് 3 പ്രാവശ്യം ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ ഇവർ ഫെയിൽ ആവും. ഈ ഒരു ക്രിമിനൽസിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്ന് എത്ര ടൈം വേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ടൈം വേസ്റ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂർ ഇവരുടെ വേസ്റ്റ് ആക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെച്ച് ഇവരുടെ ജയിലിൽ കഴിയേണ്ട വർഷം കുറക്കും. ഉദാഹരണത്തിന് ഇവർക്ക് ഇപ്പോൾ 100 വർഷം ജയിലിൽ കിടക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ക്രിമിനൽസ് ഇവരെ ഫൈറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മണിക്കൂർ വേസ്റ്റ് ആക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് 100 വർഷം എന്നുള്ളത് 99 വർഷമായി കുറയും. ഓ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ 69 മണിക്കൂറായിട്ടുണ്ട്. 72 മണിക്കൂറിന്റെ ഉള്ളിലാണ് ഇവർക്ക് ഏറ്റവും അടിയിലെത്തേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 2 മണിക്കൂറോട് പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷം ഒരു ക്രിമിനലിനായിട്ട് 1-on-1 ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോംപയാണ് റെഡി ആയിട്ട് വരുന്നത്. ടോംപ റെഡി ആയപ്പോൾ തന്നെ 2 സാധനങ്ങൾ വന്നിട്ട് സെൻറ്ററിലുള്ള ഒരു ഇതിലേക്ക് കണ്ടാവാണ്. ആദ്യം തന്നെ ടോംപയെ പറഞ്ഞേക്കുന്നതിൽ കുറെ ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെ ഫൈറ്റ് ഏകദേശം ഒക്കെ തുടങ്ങാനായിട്ടുണ്ട്. നമ്മളെ ടോംപയാണെങ്കിൽ അയാളിപ്പം മലത്തിയടിച്ച് ഇടും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ ഒരു ക്രിമിനലും തന്നെ നേരെ ടോംപയുടെ അടുത്തേക്ക് ചാടി വരുന്നത്. അത് കണ്ട് പേടിച്ച ടോംപ ഞാൻ ഗിവ് അപ്പ് ചെയ്തു എന്ന് ഉറക്കെ വിളിച്ച് പറയാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ ടോംപക്കാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ കൂടി അറിയത്തില്ല. ലിയോറിയൊക്കെ ഇതൊക്കെ കണ്ടാണ്ട് കയറി വരുന്നുണ്ട്. ടോംപയുടെ ഈ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മളെ ക്രിമിനലിന് വരെ ചിരി വരികയാണ്.
അങ്ങനെ ഇപ്പോൾ ടോംപ തോറ്റ കാരണം തന്നെ ക്രിമിനൽസിന്റെ സൈഡിന് ഒരു പോയിന്റ് കിട്ടുകയാണ്. അങ്ങനെ വീണ്ടും ടോംപയും ലിയോറിയും തമ്മിൽ അടി ഉണ്ടാവുമ്പോൾ ടോംപ പറയാണ്, ഞാൻ ഈ ഒരു 100 എക്സാം പാസ്സാവാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിന്നെ പോലെ ഫസ്റ്റ് ടൈം ആയിട്ട് എക്സാം എഴുതാൻ വരുന്നവരെ ഇതേപോലത്തെ ഓരോ പണികൾ ഒടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ത്രില്ലും ഒരു കുളിർമയൊക്കെ കിട്ടും. ആ ഒരു ത്രില്ലിന് വേണ്ടി മാത്രമാണ് ഞാൻ 100 എക്സാം എഴുതാൻ വരുന്നത്. അത് കേട്ട് കിലുവ പറയാണ്, നീ അങ്ങനെ ചെയ്തതിൽ എനിക്കൊരു കുഴപ്പം തന്നെ ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ നീ ആ ക്രിമിനലായിട്ട് ഫൈറ്റ് ചെയ്താൽ തന്നെ അയാൾ നിന്നെ 2 പീസാക്കാന്നല്ലാണ്ട് നീ അവിടെ വിന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ശതമാനം പോസിബിലിറ്റി പോലും ഞാൻ കാണുന്നില്ല. നീ അവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്താൽ തന്നെ അവസാനം നീ തന്നെയാണ് തോൽക്കുക. അങ്ങനെ സമയം കളയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇങ്ങനെ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്തത്. ഇതൊക്കെ കേട്ട ടോംപയുടെ തൊലി ഉരിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫൈറ്റ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫൈറ്റ് ആണ്. അതിനായിട്ട് വേറെ ഒരു ക്രിമിനലും അവിടെ വരുന്നുണ്ട്. ആ ഒരു ക്രിമിനലിനെ കണ്ടപ്പോൾ തന്നെ ഗോൺ ചാടി കയറി പറയാണ്, ഞാൻ അവനായിട്ട് ഫൈറ്റ് ചെയ്തോളാം. ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത കാരണം ഗോൺ തന്നെ ഫൈറ്റിന് വേണ്ടി പോവുകയാണ്. സോ ഇവിടെ വെച്ചാണ് നമ്മളെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ 9ാമത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടെങ്കിലും ഷെയർ ചെയ്യുക. സോ നമ്മൾ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ഫൈറ്റ് തന്നെയാണ്. സോ നമ്മളെ ഈ ഒരു ക്രിമിനൽ വന്നിട്ട് പറയാണ്, എനിക്ക് ഫൈറ്റ് ചെയ്തിട്ട് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് കാരണം തന്നെ ഞാനൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ 2 പേരും തന്നെ ഒരു ക്യാനിൽ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു ക്യാനിൽ ആദ്യം കിടന്നത് ആരാണോ അയാൾ തോൽക്കും. ഈ ഒരു കോൺസെപ്റ്റ് നിനക്ക് ഇഷ്ടമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫൈറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിക്കാമെന്ന് പറയാണ്. പക്ഷെ നമ്മളെ ഗോൺ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്രിമിനൽ ആണെങ്കിൽ ഒരു വലിയ ക്യാനിലും ഒരു ചെറിയ ക്യാനിലും കാണിക്കുകയാണ്. നിനക്കിതിൽ ഏത് ക്യാനിലാണ് വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് എന്നോട് പറയാം. നിനക്കാണെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനോടും ഡിസ്കസ് ചെയ്യാമെന്ന് കൂടി പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് വലിയ ക്യാനിലാണ് വേണ്ടതെങ്കിൽ ഓ മർത്തുക, നിനക്ക് ചെറിയ ക്യാനിലാണ് വേണ്ടതെങ്കിൽ എക്സ് എന്ന ബട്ടനെ മർത്തുക. അതിനുശേഷം ഗോൺ ആണെങ്കിൽ ഓ മർത്തുകയാണ്. അപ്പോഴാണെങ്കിൽ അവന് വലിയ ക്യാനിൽ കിട്ടുകയാണ്. അങ്ങനെ 2 പേരും ക്യാനിൽ കത്തിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവർ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു മെഴുകുതിരി കേടാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് അടിയിൽ നിന്ന് ശക്തമായ കാറ്റൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ആ കാറ്റിൽ നിന്ന് മെഴുകുതിരി കേടാതിരിക്കാൻ വേണ്ടി ഗോൺ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ആ ഗോണിന്റെ മെഴുകുതിരി മാത്രം ആളി കത്താൻ തുടങ്ങുന്നത്. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ക്രിമിനലിന്റെ ഒരു ട്രിക്കായിരുന്നു. ഇതേ സമയം ക്രിമിനലിന്റെ ക്യാനിലാണെങ്കിൽ സാധാ പോലെയാണ് കത്തുന്നത്. അപ്പോൾ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഗോണിന്റെ ക്യാനിലാവും ഫസ്റ്റ് കെടുക. എന്നിട്ട് നമ്മളെ ഗോൺ തന്നെ ഡിഫീറ്റ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് വരും, എങ്ങനെയാണ് ഗോണിന്റെ ക്യാനിൽ മാത്രം ആളി കത്താൻ തുടങ്ങിയത് എന്ന്. അതിന് ഉത്തരം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഗോണിന്റെ ഒപ്പോണിന്റെ കയ്യിലാണെങ്കിൽ 4 ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. അതിൽ 2 ഓയിൽ യൂസ് ചെയ്തതും 2 നോർമൽ ആയിട്ടുള്ളതും. അവൻ വിചാരിച്ചു കാണും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമേ ഇവനെന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ 4 ക്യാൻഡിൽസ് ഉണ്ടാവും എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ച് പോലും നോക്കിയിട്ടുണ്ടാവില്ല. അതിനുള്ള ബുദ്ധി പോലും എനിക്കില്ല. ഇങ്ങനെ നമ്മളെ ക്രിമിനൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് തന്നെ കളിയാക്കുന്ന രീതിയിൽ ഗോൺ ചിരിക്കുന്നത് നമ്മളെ ക്രിമിനൽ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ട് നമ്മളെ ക്രിമിനൽ ഞെട്ടുകയാണ്. ഗോൺ അങ്ങനെ ചിരിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഗോണിന്റെ ക്യാൻഡിൽ നല്ല ആളി കത്തുന്ന കാരണം പെട്ടെന്നൊന്നും കേട്ടില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അത് കാരണം തന്നെ അവന്റെ ക്യാനിൽ അവൻ അവിടെ വെച്ചിട്ട് നേരെ നമ്മളെ ക്രിമിനലിന്റെ ക്യാൻഡിലടുത്തേക്ക് ഓടിപ്പോയിട്ട് ആ ഒരു ക്രിമിനലിന്റെ ക്യാൻഡിൽ അവൻ കെടുത്തുകയാണ്. സോ നമ്മളെ ക്രിമിനലിന്റെ ക്യാൻഡിൽ ഫസ്റ്റ് കേട്ട കാരണം തന്നെ നമ്മളെ ഗോണിന്റെ ടീമിന് ഒരു പോയിന്റ് കിട്ടുകയാണ്. ഗോൺ ജയിച്ച കാരണം തന്നെ ലിയോറിയോ അവൻ അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. സോ സെക്കൻഡ് മാച്ച് അവിടെ വെച്ച് എൻഡ് ആവാണ്. സോ നെക്സ്റ്റ് മാച്ച്, അതായത് 3ാമത്തെ മാച്ച് നമ്മളെ കുറാപ്പികയാണ് റെഡി ആയിട്ട് വരുന്നത്. സോ കുറാപ്പികയുടെ ഒപ്പോണന്റ് ആയിട്ട് ഒരു ക്രിമിനൽ വരുന്നത്. ഈ ഒരു ക്രിമിനലിന് ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ശരീരത്തിന് നീല കളറാണ്. തന്നെ തന്റെ ഒപ്പോണന്റ് ആയ കുറാപ്പിക ഭയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിമിനൽ ഒരു നമ്പർ ഇടുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 19 ആൾക്കാരെ കൊന്നിട്ടുണ്ട്, പക്ഷേ 19 ഒരു ഗുമ്മില്ലാത്ത നമ്പറാണ്. ഞാൻ ഇത്രയും കാലമായിട്ടും 20ാമത്തെ ആളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് കാരണം തന്നെ നിന്നെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞ കള്ളവും എൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത മുഖവും കാണുമ്പോൾ ഇവൻ എന്തായാലും പേടിച്ചു കാണും. അവന്റെ മുട്ടുകിടന്ന് വിറക്കുന്നുണ്ടാവുമ്പോൾ എന്നൊക്കെ നമ്മളെ ക്രിമിനൽ മനസ്സിങ്ങനെ പറഞ്ഞിട്ട് സ്വയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കുറാപ്പിക ചോദിക്കുകയാണ്, എനിക്ക് ഏത് തരത്തിൽ ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യം? അപ്പൊ നമ്മളെ ക്രിമിനൽ അതിന് മറുപടിയായി, വെപ്പൺസ് ഇല്ലാതെ ഒരു ഡെത്ത് മാച്ച് ആണ് എനിക്ക് ആവശ്യം. അപ്പൊ തന്നെ കുറാപ്പിക ഓക്കെ എന്ന് പറഞ്ഞിട്ട് തന്റെ വെപ്പൺസ് ഒക്കെ റിമൂവ് ചെയ്യാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം നമ്മളെ ഫൈറ്റ് സ്റ്റാർട്ട് ആവാണ്. തുടക്കത്തിൽ തന്നെ നമ്മളെ ക്രിമിനൽ നേരെ പോയിട്ട് കുറാപ്പികയെ പേടിപ്പിക്കാൻ വേണ്ടി ഫ്ലോറിന് തന്റെ പഞ്ച് കൊണ്ട് ഓട്ടാക്കുകയാണ്. ഇപ്പോൾ നീ എന്തായാലും പേടിച്ചു കാണും. നീ പേടിച്ചില്ലെങ്കിൽ എൻ്റെ ഒരു ഐറ്റം കൂടിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ആ ഒരു ക്രിമിനലിന്റെ ബാക്കിലുണ്ടായിരുന്ന 12 ലെഗുള്ള സ്പൈഡറിന്റെ ടാറ്റു ആയിരുന്നു. ഈ ഒരു ടാറ്റു എന്തിനാണ് സൂചിപ്പിക്കുന്നത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുറാപ്പിക്കയുടെ ക്ലാനിനെ ഫുള്ള് ഇല്ലാണ്ടാക്കിയ ആ ഒരു ഗുണ്ടാ സംഘത്തിന്റെ ടാറ്റു ആണ്. അപ്പോൾ ആ ഒരു ഗുണ്ടാ സംഘത്തിന്റെ പേര് നമ്മൾ 2-3 പ്രാവശ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് തീർച്ചയായും കമന്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മളെ കുറാപ്പിക്ക ജീവിച്ചിരിക്കുന്നത് തന്നെ തന്റെ ക്ലാനിനെ അവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് തന്റെ ക്ലാനിലുള്ളവരെ കൊന്നവർക്കെതിരെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയും. ആ ഒരു ടാറ്റു കണ്ടപ്പോൾ തന്നെ കുറാപ്പികയുടെ കണ്ണ് സ്കാർലറ്റ് ഐസായി മാറുകയാണ്. അവന്റെ കണ്ണുകളിൽ നിന്ന് പകയും ദേഷ്യവും നമുക്ക് കാണാം.
കുറാപ്പിക കുറച്ചു നേരം അവനെ നോക്കിയതിന് ശേഷം അവന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവന്റെ മുഖം പിടിച്ചിട്ട് നിലത്തേക്ക് ഇട്ടടിക്കുകയാണ്. ഒരടിയും കൂടി അവന്റെ മുഖത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ക്രിമിനലിന്റെ ചാപ്റ്റർ അവൻ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം കുറാപ്പിക നമ്മുടെ ക്രിമിനലിന്റെ അടുത്ത് പറയാണ്, ഇനി നീ ആ ഫേക്ക് സ്പൈഡറിന്റെ ടാറ്റു എന്റെ കൺമുന്നിൽ കാണിക്കരുത്. നീ ആ ഗുണ്ടാ സംഘത്തിന്റെ പേര് എന്റെ മുൻപിൽ വെച്ച് പറഞ്ഞ നിന്നെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ ഒരു പൊടി പോലും ഞാൻ ബാക്കി വെക്കില്ല. അങ്ങനെ നമ്മളെ തേർഡ് ഫൈറ്റ് കുറാപ്പിക ജയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം സ്കോർ എന്തെന്ന് വെച്ചാൽ നമ്മളെ ക്രിമിനൽസിന്റെ സൈഡിന് 1 പോയിന്റും നമ്മളെ ഗോണ്ട സൈഡിന് 2 പോയിന്റുമാണ്. സോ നെക്സ്റ്റ് ഫൈറ്റ് ആയിട്ട് നമ്മളെ ലിയോറിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലിയോറിയുടെ ഫൈറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.